കെ ടി ജലീലിനി സഹയാത്രികനല്ല, അടിമുടി സഖാവ് തന്നെ. നേരത്തെ മലപ്പുറത്ത് നിന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് മന്ത്രിയായി ജനപ്രതിനിധിയായിരുന്ന കെ ടി ജലീൽ ഇനി സഹയാത്രികനായിട്ടല്ല, അടിമുടി സഖാവായിട്ട് ബാക്കിയുള്ള ജീവിതം മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായി മലപ്പുറത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലീലിനെയും ഭാര്യയെയും ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് ആനയിച്ചു. ലീഗ് പാളയത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ലീഗിന്റെ കോട്ടകൊത്തളങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കിയ അതേ കെ ടി ജലീൽ ലീഗിന്റെ കണ്ണിലെ കരടായിരുന്നു. അങ്ങനെ ഇക്കുറി മതം കലക്കി ജലീലിനെ പരാജയപ്പെടുത്തിയെങ്കിലും അതോടുകൂടി അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. വരുന്നുണ്ട് അടിമുടി സഖാവായിട്ട്. ലീഗുകളുടെ കോട്ടകൊത്തളങ്ങളെല്ലാം പിളർക്കാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷത്ത് നിന്ന് തുടരുന്നത്. ഒരു ജനപ്രതിനിധിയായിട്ടല്ല, സാധാരണ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ തുടങ്ങി ലീഗിന്റെ പല കോട്ടകളിലും അവർ ഇന്നലകളിൽ എങ്ങനെയാണോ ഇതെല്ലാം നിർമ്മിച്ചെടുത്തത്, അതിന്റെ അണിയറ രഹസ്യം അറിയാവുന്ന വ്യക്തി തന്നെ പാർട്ടിക്കൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം ചില്ലറയല്ല. ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മലപ്പുറത്ത് ക്ലീൻ വൈറ്റ് വാഷ് ഉണ്ടായി എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് നടക്കുന്നവർ അത് എല്ലാ കാലത്തും അങ്ങനെ അങ്ങ് കൊണ്ടുപോകാമെന്ന് കരുതണ്ട. ജനങ്ങളെ എല്ലാ കാലത്തും പറഞ്ഞു പറ്റിച്ചും തെറ്റിദ്ധരിപ്പിച്ചും മതം പറഞ്ഞും നിങ്ങൾക്ക് അടിമപ്പെടുത്തി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയുള്ള സന്ദർഭങ്ങളിൽ പാർട്ടിക്കൊപ്പം തന്നെ സഞ്ചരിക്കുമ്പോൾ അത് പാർട്ടിക്കും ജലീലിനും കൂടുതൽ ഊർജമാകാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി പലരും കരുതിയിരുന്നു ഇതോടുകൂടി സഹയാത്രികനായിരുന്ന ജലീൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ അത്തരം കാഴ്ചകൾ കാണാനിരുന്നവർക്ക് തെറ്റിപ്പോയി. ഉറച്ച തീരുമാനമെടുത്തു. പാർട്ടി അംഗത്വം സ്വീകരിക്കാൻ പരസ്യമായി പ്രഖ്യാപിച്ചു. അതിനു പിന്നാലെയാണ് മലപ്പുറത്ത് പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി ജലീലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇതോടുകൂടി മലപ്പുറത്ത് കരുത്തുറ്റ ഒരു രാഷ്ട്രീയ നേതാവ് ഇടതുപക്ഷത്തിനുണ്ടാവുകയാണ്. ലീഗിനകത്ത് നിന്ന അനുഭവ സമ്പത്തും ഇന്നലകളിൽ സഹയാത്രികനായി നിന്ന് നടത്തിയ പോരാട്ടങ്ങളും ലീഗിനോട് മലപ്പുറത്ത് നിന്ന് തന്നെ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് ഇനി പാർട്ടി തന്നെ സർവ്വസജ്ജവുമായി അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ സവിശേഷത. അതുകൊണ്ട് ആ പോരാട്ടം ഇനി തനിച്ചല്ല, ഒരു പ്രസ്ഥാനത്തിലൂടെയാണ്. ലീഗ് കരുതിയിരുന്നോളൂ.